തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7ാം തന്ത്രത്തിലെ മുദ്രാഭേദത്തിലെ മറ്റ് 2 പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, ഇവിടെ മൗനത്തിൻ്റെ മഹാ ആഘോഷത്തെ കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ ആത്മീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗനത്തിൻ്റെ ആഘോഷമാണ് എന്ന് തിരുമൂലദേവൻ ഇവിടെ വ്യക്തമാക്കുന്നു. നോക്കൂ, വാക്കോട് മനവും ചേർന്ന് മൗനത്തെ ഭജിക്കണം. മാനസം മാത്രമായാലും ആയെന്നത്രേ ചൊല്ലാം. വാക്കോട് മനവും മാറി മൗനം ഭവിച്ചാലുള്ളൊരൂക്കിനെ പറഞ്ഞിടാൻ ആർക്ക് താനൊക്കും പാരിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി കുടികൊള്ളുന്നത് മൗനത്തിലാണ് എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. മൗനം പോലെ ശക്തമായ ഒന്ന് വേറെ ഇല്ല. എല്ലാവിധ ശക്തിവിശേഷങ്ങളുടെയും ഉത്തുംഗ സോപാനമാണ് മൗനം. നോക്കൂ, വാക്കോട് മനവും ചേർന്ന് മൗനത്തെ ഭജിക്കണം. തിരുമൂലദേവൻ പറയാണ്, വാക്കും മനസ്സും മൗനമായിരിക്കണം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത്. വാക്ക്, നാം നമ്മുടെ വാക് ശക്തിയെ മുഴുവനും പാഴാക്കുകയാണ്. ഒരു ദിവസം നാം സംസാരിക്കുന്ന വാക്കുകൾ എത്ര ആയിരക്കണക്കിന് ശക്തിവിശേഷങ്ങളെന്നെ ശക്തി ഊർജത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ആ ശക്തി ഊർജത്തെ മുഴുവനും മനസ്സിൽ കേന്ദ്രീകരിക്കാൻ വാക്കുകൾ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക. വാക്കുകളുടെ മൗനമാണ് ഏറ്റവും ശ്രേഷ്ഠം. വാക്കുകൾ ഏതിനോട് ചേരണം? മനസ്സിനോട് ചേരണം. മനസ്സും ശൂന്യമായ ഒരവസ്ഥയിലെത്തിച്ചേരണം. മനസ്സും പാലിക്കണം. അപ്പോൾ ചിന്തകളില്ലാത്ത മനസ്സ്, അതാണ് ഇവിടെ മൗന മനസ്സ് എന്ന് പറയുന്നത്. യാതൊരു ചിന്തകളുമില്ലാത്ത ഓളങ്ങളൊടുങ്ങിയ സമുദ്രം പോലെയുള്ള ആ മനസ്സ്, ശൂന്യമായ മനസ്സ്, അവിടെ ഒന്നുമില്ല. ആ ഇല്ലായ്മയുടെ ശൂന്യതയിൽ നിന്നുണ്ടാകുന്ന മഹാമൗനം. ഈ വാക്കിൻ്റെയും മനസ്സിൻ്റെയും മൗനത്തിലൂടെ എന്ത് ലഭിക്കുന്നു? മാനസം മാത്രമായാലും മായെന്നത്രേ ചൊല്ലാം. അവസാനം മനസ്സും വാക്കും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചെല്ലും. വാക്കോട് മനവും മാറി മൗനം ഭവിച്ചാലുള്ളൊരു ഊക്കിനെ പറഞ്ഞിടാൻ ആർക്ക് താനൊക്കും പാരിൽ. ഈ ഭൂമിയിൽ വാക്കും മനസ്സും നിയന്ത്രിച്ച് മൗനമാക്കി തീർത്താൽ അവിടെ നിന്നുണ്ടാകുന്ന ഊക്കിനെ പറ്റി, ഊക്ക് ശക്തി, മഹാശക്തി വിശേഷത്തെക്കുറിച്ച് ആർക്ക് പറയാൻ പറ്റും ഈ ഭൂമിയിൽ? അപ്പോൾ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ശക്തിമാനായ വ്യക്തി വാക്കിനെ നിയന്ത്രിച്ചവനാണ്, മൗനത്തിലേക്ക് എത്തിച്ചവനാണ്. അതേപോലെ തന്നെ മനസ്സിനെ മൗനത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടെത്തിക്കണം. അപ്പോൾ വാക്കും മനസ്സും മൗന നിലയിൽ എത്തിച്ചേർന്നാൽ തീർച്ചയായിട്ടും ഈ മൗന മുദ്രയിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ആ ഖേദരി മുദ്രയിൽ നമുക്ക് ചേരാൻ പറ്റും. അപ്പോൾ മൗനമുദ്ര എന്ന് പറയുന്നത് സത്യത്തിൽ ഖേദരി മുദ്ര തന്നെയാണ്, മൗനത്തിൻ്റെ മുദ്രയാണത്. ആ മൗനമുദ്രയിലൂടെ നമ്മുടെ മനസ്സിനെയും വാക്കിനെയും ഇല്ലാതാക്കാനും നിയന്ത്രിക്കാനും അടക്കാനും ഒതുക്കാനും കഴിയുന്നു എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. നോക്കൂ, അടുത്ത് യോഗിതൻ സിദ്ധി അരുൾ വാസനാ മാർഗത്തിനെ ഭോഗിതൻ ബുദ്ധി പുരുഷാർത്ഥമാം മതി ചൂടി ആധാരമാറി നിന്ന് ശക്തിയും ജനിക്കുന്നു ആധാരങ്ങൾക്ക് മേലായി ശിവനെ കണ്ടറിഞ്ഞിടും. അപ്പോൾ ഈ ആധാരചക്രങ്ങളിലൂടെ, ഷഡാധാര ചക്രങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ മൗനസാധനയിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് ഓർക്കുക. യോഗിതൻ സിദ്ധി അരുള് വാസന മാർഗത്തിനെ ഭോഗിതൻ ബുദ്ധി പുരുഷാർത്ഥമാം മതി ചൂടി. അപ്പോൾ യോഗി എന്ത് ചെയ്യുന്നു? തൻ്റെ വാസനാമാർഗത്തിനെ അടച്ച് സിദ്ധിയും അരുളും നേടുന്നു. അപ്പോൾ യോഗി തൻ്റെ വാസനകളെ മുഴുവൻ നിയന്ത്രിക്കുന്നു. വാസനകളെ നിയന്ത്രിക്കുമ്പോൾ തന്നെ, വാസനകളെ ഇല്ലാതാക്കുമ്പോൾ തന്നെ
വാക്കിനെ നിയന്ത്രിക്കാൻ പറ്റും, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ എല്ലാത്തിൻ്റെയും മൂലം എന്ന് പറയുന്നത് വാസനകളാണ്. ഈ വാസനകളുടെ വേരറക്കുകയാണ് യോഗി ചെയ്യുന്നത്. അങ്ങനെ യോഗി വാസനകളുടെ മുഴുവൻ വേരറക്കുമ്പോൾ ആ യോഗി സിദ്ധിയുടെയും അരുളിൻ്റെയും പ്രതിനിധിയായി മാറും. പിന്നെ ഭോഗിതൻ ബുദ്ധി പുരുഷാർത്ഥമം മതിചൂടി, ഭോഗിയുടെ അതായത് ഭോഗത്തിൽ രമിക്കുന്നവർ എപ്പോഴും അർത്ഥകാമങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകുന്നു. ആധാരമാറിൽ നിന്ന് ശക്തിയും ജനിക്കുന്നു. ഈ 6 ആധാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശക്തി ലഭിക്കുന്നു. ശക്തി എന്ന് വെച്ചാൽ മൗനവും അതേപോലെ തന്നെ ആ മനസ്സിൻ്റെ മൗനവും വാക്കിൻ്റെ മൗനവും ലഭിക്കുന്നു. അപ്പോൾ ഷഡാധാര ചക്രങ്ങളിലൂടെയുള്ള സാധന തന്നെ നമ്മൾ മൗനത്തെയും അതേപോലെ തന്നെ വാസനകളുടെയും വേരെടുക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ ആധാര ചക്രങ്ങളെ അധിഗമിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വാസന ബന്ധങ്ങളെ അറുക്കാനും അതേപോലെ മൗനസാധനയിലേക്ക് കിടക്കാനും കഴിയും. മുക്തർക്ക് മൗനം തന്നെ നിദ്രയായി ഭവിച്ചിടും. നിദ്ര എന്ന് പറയുന്നത് എന്താണ്? മുക്തർക്ക് മൗനം തന്നെ, മുക്തി നേടുന്ന മൗനത്തിലൂടെ മുക്തി നേടാൻ പറ്റും. അവർ നിദ്ര എപ്പോഴും യോഗനിദ്രയിൽ രമിക്കുന്നവരാണ്. അങ്ങനെ യോഗനിദ്രയിൽ ലയിക്കുന്ന മൗനിയായ മുക്തർ. എന്നിട്ട് നോക്കൂ, നാഥന് മൗനം തന്നെ മുദ്രയായും ഭവിക്കും. നാഥനുള്ള ഏറ്റവും വലിയ മുദ്ര എന്താണ്? ഈ മൗനമുദ്രയാണ്. മൗനമുദ്രയിലൂടെ തന്നെ ഭഗവാൻ ശിവനെ നമുക്ക് ദർശിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. മൗനമുദ്രയിലൂടെ ശിവഭഗവാന്റെ ദർശനവും അരുളും നമുക്ക് ലഭിക്കും. സിദ്ധാന്തം മുദ്രയാവും. ശൈവ സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ മൗനമുദ്രയാണ്. വൈരാഗിക്ക് അതുപോലെ. വൈരാഗിക്കും വിരാഗം, രാഗങ്ങളെല്ലാം നശിച്ചവനും ഈ മൗനമുദ്ര തന്നെയാണ് ശ്രേഷ്ഠം. വായുവും തന്നകത്തങ്ങ് നിന്നിടും കാലം. വായു അകത്ത് കുംഭക രൂപത്തിൽ നിൽക്കും എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ശരിക്കും കുംഭകത്തിലാണ് ഈ മഹാമൗനം സംഭവിക്കുന്നത്. നമുക്ക് അതിൽ ഗുരുജി പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് ശ്വാസവും മൗനവുമായിട്ട് അഗാധമായ ബന്ധമുണ്ടെന്നാണ് ഗുരുജി ശ്രീ രവിശങ്കർ ഒരു ലേഖനത്തിൽ പറയുന്നത്. അതിലെ പ്രസക്ത ഭാഗം നമുക്ക് നോക്കാം. സത്യാന്വേഷിക്കൊരു വഴികാട്ടി എന്നുള്ള പുസ്തകത്തിലാണ് കൊടുത്തുള്ളത്. അതാ നോക്കൂ, ശ്വാസം മൗനത്തിലേക്കുള്ള വാതായനം. നിങ്ങൾ നെട്ടോട്ടമോടുന്നത് കാണാം. അതിന് കാരണം സംഘർഷമുണ്ടായാൽ അത് കുറയുകയില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദീർഘമായ ശ്വാസോച്ഛ്വാസമില്ലെങ്കിൽ വിശ്രമിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ പോലും അത് സാധ്യമാകുന്നതല്ല. കണ്ടോ? അപ്പോൾ ദീർഘമായ ശ്വാസോച്ഛ്വാസം ഇല്ലെങ്കിൽ വിശ്രമിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്നാണ് ഗുരുജി പറയുന്നത്. അപ്പോൾ ദീർഘമായ ശ്വാസോച്ഛ്വാസത്തിലൂടെ തന്നെ നമുക്ക് ഈ മൗനത്തിലേക്ക്, മൗനത്തിൻ്റെ വാതായനമാണ് ശ്വാസോച്ഛ്വാസം എന്നാണ് ഗുരുജി പറയുന്നത്. ശ്വാസം നമ്മുടെ ശരീരത്തിന് രോഗശമനശേഷി പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഈ ശ്വാസത്തിലൂടെ നമുക്ക് എല്ലാ രോഗങ്ങളെയും മാറ്റി തീർക്കാൻ പറ്റും. ഒരു ഘട്ടത്തിൽ ഉള്ളിലെ വിശ്രമസ്ഥലം നമുക്ക് കണ്ടെത്താനും കഴിയും. ആ ഉള്ളിലെ വിശ്രമസ്ഥാനം, പരമമായ ശാന്തിയുടെ ഉറവിടം നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഗുരുജി ഇവിടെ പറയുന്നത് ശ്വാസ നിയന്ത്രണത്തിലൂടെ ശ്വാസോച്ഛ്വാസത്തെ ദീർഘമായ ശ്വാസോച്ഛ്വാസത്തിൽ കൂടി വിശ്രമിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ദീർഘമായ ശ്വാസോച്ഛ്വാസം നമ്മുടെ മൗനത്തിലേക്കുള്ള വാതായനമാണ്. അങ്ങനെ വരുമ്പോൾ ആത്മാവിൻ്റെ ഏകാന്തതയിൽ എത്തിച്ചേരാൻ പറ്റും. ഇതാ നോക്കൂ, ശിവന് ചന്ദ്രശേഖരനെന്നും പേരുണ്ട്. അതിൻ്റെ അർത്ഥം ശിവനിൽ അർപ്പിതമായ മനസ്സ്. അതായത്
ഇന്ദ്രിയാതീതമായ അവസ്ഥ എന്നാണ്. ആ മനസ്സ് എപ്പോഴും ഔന്നത്യത്തിൻ്റെ മുകളിലായിരിക്കും. ഏറ്റവും വലിയ ഔന്നത്യത്തിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഈ നിതാന്തമായ മൗനമാണ്. അതുകൊണ്ടാണ് ശിവനെ എന്ത് വിളിക്കുന്നത്? ചന്ദ്രശേഖരൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം ശിവനിൽ അർപ്പിതമായ മനസ്സ്, ഇന്ദ്രിയാതീതമായ അവസ്ഥ എന്നാണ്. അപ്പം നമ്മുടെ മനസ്സ് അവിടെ എത്തിച്ചേർന്നാൽ, ശിവനിൽ സമർപ്പിതമായ മനസ്സായി കഴിയുമ്പോൾ ആ മനസ്സ് എപ്പോഴും ഔന്നത്യത്തിൻ്റെ മുകളിലായിരിക്കുമെന്നാണ് ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് തന്നെ മൗനത്തിൻ്റെ ആഘോഷം എന്നാണ്. അതിൽ അവസാന ഭാഗത്ത് ഗുരുജി മൗനത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായും സൂക്ഷ്മമായും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം മൗനം മാത്രമാണ്. എല്ലാ ഉത്തരങ്ങളുടെയും ലക്ഷ്യം മൗനമാണ്. ഉത്തരത്തിൽ മനസ്സിനെ മൗനമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഉത്തരമല്ല. ഒരു ഉത്തരം നാം പറയുമ്പോൾ അത് മൗനത്തിൽ അവസാനിക്കുന്നു, പിന്നെ ഒന്നുമില്ല. ചിന്തകൾ സ്വയം ലക്ഷ്യങ്ങളല്ല, അവയുടെ ലക്ഷ്യം മൗനമാണ്. ഞാൻ ആരാണ് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയില്ല. അവിടെ മൗനം മാത്രമേ ഉള്ളൂ. അതാണ് ശരിയായ ഉത്തരം. അപ്പോൾ മൗനമാണ് ശരിയായ ഉത്തരം. അതാണ് ദക്ഷിണാമൂർത്തിയുടെ മഹാമൗനം. ആ മൗനത്തിലൂടെ ശിഷ്യർക്ക് എല്ലാ ഉത്തരങ്ങളും ലഭിച്ചു കഴിഞ്ഞു. അവിടെ മൗനം മാത്രമേ ഉള്ളൂ. അതാണ് ശരിയായ ഉത്തരം. നിങ്ങളുടെ ആത്മാവ് കനീഭവിച്ച മൗനമാണ്. ഈ കനീഭവിച്ച മൗനമാകട്ടെ ജ്ഞാനവും അറിവുമാണ്. അപ്പോൾ കനീഭവിച്ച മൗനം തന്നെയാണ് ജ്ഞാനം അഥവാ അറിവ്. അതുതന്നെയാണ് ആത്മാവ്. ചിന്തകളെ നിശബ്ദമാക്കാനുള്ള എളുപ്പവഴി ഭാവങ്ങളെ ഉണർത്തുകയാണ്. കാരണം ഭാവങ്ങളിലൂടെ മാത്രമേ ശാന്തിയും ആനന്ദവും പ്രേമവും ഉദിക്കൂ. കണ്ടോ? അപ്പോൾ ഈ മൗന സാധനയിൽ നിന്ന് ലഭിക്കുന്ന ഗുണം എന്താ? ശാന്തി, ആനന്ദം, പ്രേമം. അവയെല്ലാം നിങ്ങളുടെ സഹജഭാവമാണ്. അപ്പോൾ മൗനത്തിൽ നിന്നാണ് പ്രേമം ജനിക്കുന്നത്, മൗനത്തിൽ നിന്നാണ് ആനന്ദം ജനിക്കുന്നത്, മൗനത്തിൽ നിന്നാണ് ശാന്തി ജനിക്കുന്നത്. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തമായ ഏക ഉത്തരം മൗനമാണ്. വാക്കുകളുടെ പ്രകാശിപ്പിക്കുന്ന ഉത്തരങ്ങൾ ഞാൻ ഒന്നുമല്ല, ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ്, ഞാൻ ആത്മാവാണ് തുടങ്ങിയ നിരാകരണത്തോടെയാണ് തുടങ്ങിയവ നിരാകരിക്കേണ്ടതാണ്. ജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൽ തന്നെ നിലകൊള്ളൂ. മറ്റെല്ലാ ഉത്തരങ്ങളും ചിന്തകളാണ്. ചിന്തകളാകട്ടെ ഒരിക്കലും പൂർണ്ണമാകാൻ പറ്റുകയില്ല. മൗനം മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ. ഇതാണ് മൗനത്തിൻ്റെ ആഘോഷത്തിൽ ഗുരുജി നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ മൗനത്തിൽ നിന്നാണ് പ്രേമം ജനിക്കുന്നത്, മൗനത്തിൽ നിന്നാണ് നിത്യശാന്തിയും ലഭിക്കുന്നത്. മൗനം എന്ന് പറഞ്ഞാൽ ആ മൗനത്തിലേക്കുള്ള എത്താനുള്ള മാർഗം എന്താ? ദീർഘമായ ശ്വാസോച്ഛ്വാസം. അതിലൂടെ തന്നെ ഈ മൗന മുദ്രയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് എല്ലാ ആചാര്യന്മാരും നമ്മളോട് പറയുന്നത്. ഇതാണ് മുദ്രാഭേദത്തിൻ്റെ അവസ്ഥ. ഈ മുദ്രാഭേദത്തിലൂടെ മനസ്സിനെ നിതാന്തമായ മൗനത്തിൻ്റെ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ തിരുമൂലദേവൻ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ മനസ്സിൻ്റെയും വാക്കിൻ്റെയും മൗനമാണ് യഥാർത്ഥമായ മൗനം. അതോടെ ശക്തിയുടെ ഉന്നത സോപാനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ആത്മാവിൻ്റെ ശാന്തി എന്ന് പറയുന്നത് ഈ മഹാമൗനമാണ്. ദക്ഷിണാമൂർത്തിയുടെ
മഹാമൗനമാണ് എന്ന് വിശ്വസിക്കുക. അപ്പോൾ മഹാമൗനത്തിലൂടെ തന്നെ നമുക്ക് ശാന്തിയെയും പ്രേമത്തെയും സാക്ഷാത്കരിക്കാൻ പറ്റും. ശിവൻ എന്നുള്ളത് തന്നെ, സദാശിവൻ എന്നുള്ളത് തന്നെ ഈ മഹാമൗന മുദ്രയുടെ പ്രതീകമാണ്. ചന്ദ്രശേഖരൻ, അതും മൗനത്തിൻ്റെ മഹാപര്യായ പദമാണ്. ശിവനിൽ അർപ്പിതമായ മനസ്സ്, അതിലൂടെ തന്നെ നാം ഈ മൗനത്തിൻ്റെ മഹാഗോപുര മുകളിൽ കയറി നിൽക്കും. ഇതാണ് തിരുമൂലദേവനും മറ്റെല്ലാ ഭാരതീയ ആചാര്യന്മാരും നമ്മളെ പഠിപ്പിക്കുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.